തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിനെതിരെ KPCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ ചെന്നിത്തല പക്ഷത്തിന് അതൃപ്തി. പ്രജിൻ ബാബു അച്ചടക്കം ലംഘിച്ചിട്ടില്ല. KPCCയുടെ നടപടി പക്ഷപാതപരമാണ് എന്ന് ചെന്നിത്തല പക്ഷം പറയുന്നു. ഇംഗ്ലീഷ് പത്രത്തിലെ രമേശ് ചെന്നിത്തല പരസ്യത്തിന് പിന്നാലെയാണ് പ്രജിൻ ബാബു അച്ചടക്കം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി KPCC നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, എന്താണ് സംഭവം? ഹർഷൻ, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ട ഒരു മുഴുനീള പരസ്യം വന്നത്. KPCC ഇതിനെ പരസ്യമെന്നാണ് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബു ആകട്ടെ, അദ്ദേഹം പറയുന്നത് ഇതൊരു ലേഖനമാണ്. മുൻപ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കേരള കൗമുദിയിലടക്കം ഇങ്ങനെ ലേഖനങ്ങൾ, നമ്മൾ പരസ്യം അല്ലെങ്കിൽ KPCC അടക്കമുള്ള പരസ്യമെന്ന് പറയും, പ്രജിൻ ബാബുവിൻ്റെ ഭാഷയിൽ അത് ലേഖനമെന്ന് പറയും. ഇത്തരം ലേഖനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രജിൻ ബാബു പറയുന്നത്. പക്ഷേ പ്രജിൻ ബാബുവിന് ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് KPCC നൽകിയിരിക്കുകയാണ്. അതിൽ രമേശ് ചെന്നിത്തല വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്. ഇത് പക്ഷപാതപരമാണ് ഇത്തരം നടപടി എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം ഇത് പ്രജിൻ ബാബു നൽകിയിരിക്കുന്നത് ഒരു പരസ്യമല്ല, പകരം ഇതൊരു ലേഖനമാണ്. ഈ ലേഖനം നൽകുന്നതിൽ തെറ്റില്ല. മാത്രമല്ല ഈ ലേഖനത്തിൽ തന്നെ ആരെയും ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. പകരം രമേശ് ചെന്നിത്തല ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് മാത്രമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലേഖനത്തെക്കുറിച്ച് പ്രജിൻ ബാബു അടക്കമുള്ളവർ നൽകുന്ന വിശദീകരണം. പക്ഷേ ഇത് KPCC ഉൾക്കൊണ്ടിട്ടില്ല. ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾ ഇക്കാര്യം ചെവിക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രജിൻ ബാബുവിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, VD സതീശനെതിരെ സംസ്ഥാനത്താകമാനം വലിയ രീതിയിലുള്ള ബാനറുകൾ വന്നിരുന്നു. അതിലൊരു അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ VD സതീശൻ വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും തങ്ങൾ രമേശ് ചെന്നിത്തല വിഭാഗമായിട്ടുള്ള പ്രജിൻ ബാബു അടക്കമുള്ള ആളുകൾ പറയുന്നത് VD സതീശനെതിരെ വന്ന ബാനറുകളിൽ തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല. പകരം രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ട് വന്ന ഇത്തരം ലേഖനങ്ങളിൽ അത് തങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി വിവാദത്തെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള വിവാദം അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയെയും KC വേണുഗോപാലിനെയും VD സതീശനെയും ഈ മൂന്ന് നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ അണികൾ ഈ മൂന്ന് നേതാക്കളിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഭാഗത്തും വിട്ടുവീഴ്ചയില്ല. നമുക്കറിയാം, ഇന്നലെയെല്ലാം കണ്ടതാണ്. KC വേണുഗോപാലിനെ പ്രകീർത്തിച്ചുകൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടും VD സതീശനെ പ്രകീർത്തിച്ചുകൊണ്ടും ഇകഴ്ത്തിക്കൊണ്ടും എല്ലാ പോസ്റ്ററുകൾ സംസ്ഥാനത്ത് ആകമാനം വന്നിട്ടുണ്ട്. ഹർഷൻ, റൈറ്റ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.